നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുതിയ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മേടവിഷു മുതൽ വരുന്ന 12 മാസങ്ങളിൽ എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സാമ്പത്തികം, തൊഴിൽ, വിവാഹം, വീട്, വാഹനം തുടങ്ങി ഈ 12 മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള വിഷയങ്ങളെപ്പറ്റിയാണ് വിശകലനം ചെയ്യുന്നത്. ഒപ്പം തടസ്സങ്ങൾ നീങ്ങാനുള്ള ലളിതമായ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാരണം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതാണ്. ശാന്തതയുടെയും പക്വതയുടെയും നക്ഷത്രമായ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് 2026 മേടവിഷു മുതൽ അവരുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികൾ, നേട്ടങ്ങൾ, സത്ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പൊതുവായ ഫലം എന്നത് ജൂണിന് ശേഷം സാമ്പത്തിക നില ഭദ്രമാകാൻ സാധ്യതയുണ്ട്. കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും. അത് പരിഹരിക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടാവും. പ്രൊഫഷണൽ രംഗത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. IT, അധ്യാപനം, ബാങ്കിങ് മേഖലയുള്ളവർക്ക് നല്ല പുരോഗതി ലഭിക്കുന്ന സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക്, സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും നല്ല കാലമാണ്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയം ഗൃഹനിർമ്മാണ യോഗമുണ്ട്. നവംബറിൽ വാഹന ഭാഗ്യവും ഉണ്ടാകും. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവർക്കും ഗവേഷകർക്കും നല്ല സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാഹചര്യം ലഭിക്കും. സ്കോളർഷിപ്പുകൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. കഠിനാധ്വാനത്തിലൂടെയും ക്ഷമയിലൂടെയും പടിപടിയായി ജീവിത വിജയം കൈവരിക്കുന്നവരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ. ശാന്തമായ സ്വഭാവവും കാര്യങ്ങൾ പക്വതയോടെ കാണാനുള്ള കഴിവുമുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ സത്യസന്ധത പ്രധാനമായും കൈമുതലാക്കി ഈ വർഷം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. എങ്കിലും ചില സമയങ്ങളിൽ അമിതമായി ചിന്തിച്ച് ആകുലപ്പെടുന്ന സ്വഭാവം ഇവർക്ക് വിനയാകാറുണ്ട്. ഈ വർഷം ഈ 12 മാസങ്ങളിൽ അനാവശ്യമായ ചിന്തകളും ആകുലതകളും ഉത്കണ്ഠകളൊന്നും വേണ്ട. തീർച്ചയായും നിങ്ങൾക്ക് വ്യാഴമാറ്റം സംഭവിക്കുന്നതിന് ശേഷം സാമ്പത്തികപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. മേടമാസം എങ്ങനെയാണ് എന്നാണ് ആദ്യമായി നോക്കുന്നത്. ഏപ്രിൽ മാസത്തിൻ്റെ പാതി മുതൽ മെയ് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മേടമാസം. വർഷത്തിൻ്റെ തുടക്കം അല്പം ജോലി ഭാരം വർദ്ധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായ യാത്രകൾക്കായി പണം ചിലവഴിക്കേണ്ടി വരും. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ നിങ്ങൾക്ക് എതിരായി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് ക്ഷമയോടുകൂടി നേരിടുക. വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം കൂടിയാണ്. കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് പരിഹരിച്ചു പോകാൻ കഴിയുന്നതാണ്. സാമ്പത്തികപരമായി വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ജോലിയിൽ ഭാരം വർദ്ധിക്കും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ തൊഴിൽ മേഖല ഏതായാലും അവിടെ നിങ്ങളെ മാനസികമായി അലട്ടുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകും. എങ്കിലും നിങ്ങൾക്ക് അതിന് അമിതമായൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ക്ഷമയോടുകൂടി മറ്റുള്ളവരുടെ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇടവമാസം, അതായത് മെയ് മാസത്തിൻ്റെ പാതി മുതൽ ജൂൺ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ഇടവമാസം. വീട് മോടി പിടിപ്പിക്കുവാനോ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനോ നിങ്ങൾക്ക് യോഗമുള്ളൊരു സമയമാണ്, അനുകൂല സമയമാണ്. കുടുംബത്തിൽ സമാധാനം തിരികെ വരും. കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മാറി കുടുംബത്തിൽ സമാധാനം തിരികെ ലഭിക്കുകയും സന്തോഷവും ഐശ്വര്യവുമൊക്കെ ഉണ്ടാകും. ചെറിയ തോതിൽ നിങ്ങൾക്ക് സാമ്പത്തിക രംഗത്ത് ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പിരിമുറുക്കം അവസാനിക്കും. കുറെ കൂടി കാര്യക്ഷമമായി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനാൽ സാമ്പത്തികമായി മെച്ചം അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ഇടവമാസം. വിവാഹം ആലോചിക്കുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകും. ഒന്ന് നന്നായി ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹ ആലോചനകളിൽ ഒരു നല്ല തീരുമാനമുണ്ടാകുന്ന സമയമാണ് ഇടവമാസം. ഇനി മിഥുനമാസത്തെ പറ്റിയാണ്. ജൂൺ മാസത്തിൻ്റെ പാതി മുതൽ ജൂലൈ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മിഥുനമാസം. ഏറ്റവും ഭാഗ്യകരമായ മാസങ്ങളിൽ ഒന്നാണ് മിഥുനം എന്ന് തന്നെ പറയാം. വ്യാഴം ജൂൺ 2 മാറുന്നതോടുകൂടി നിങ്ങൾക്ക് സാമ്പത്തികപരമായി വലിയ ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. കിട്ടാതെ കുടുങ്ങിക്കിടന്ന തുകകൾ തിരികെ ലഭിക്കും. നിങ്ങളുടെ തൊഴിൽ രംഗത്ത്, കർമ്മരംഗത്ത് മികച്ച ലാഭം ലഭിക്കും. ബിസിനസ്സുകാർക്ക് നേട്ടമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളും സാമ്പത്തിക നേട്ടവും ലഭിക്കും. കർമ്മരംഗം പൊതുവെ പുഷ്ടിപ്പെടുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ധനപരമായി നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായ ഒരു മാസമാണ് ഈ മിഥുനമാസം.
പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. അനുകൂലമായ ഉത്തരവ് ലഭിക്കും. ശത്രുക്കളുടെ നീക്കങ്ങൾ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങളെ നേരത്തെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അവരുടെ മേൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും. ശത്രുശല്യം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ് മിഥുനമാസം. ഇനി കർക്കിടക മാസം എങ്ങനെയാണ് എന്ന് നോക്കാം. ജൂലൈ മാസത്തിൻ്റെ പാതി മുതൽ ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കർക്കിടക മാസം. വിദേശയോഗം ഉള്ള ഒരു സമയമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരമാണ്. ഈ സമയത്ത് ശ്രമിച്ചാൽ തീർച്ചയായും നടക്കും. വിദേശത്ത് നിന്ന് ധനസഹായം അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമാണ്. വിദേശ രംഗവുമായി ഓൺലൈനിലോ അല്ലാതെയോ ബിസിനസ് ചെയ്യുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമാണ്. നേട്ടങ്ങളുണ്ടാകും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ലാഭം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ വാങ്ങുന്ന ഭൂമിയോ വിൽക്കുന്ന ഭൂമിയിലോ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാകും. ഭൂമിയിൽ നിന്ന് ആദായം കൂടി വർദ്ധിക്കുന്ന കാലമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം. അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും കൃത്യസമയത്ത് തന്നെ ചികിത്സ ഏർപ്പാടാക്കി കൊടുക്കാൻ മടിക്കരുത്. ഇനി ചിങ്ങമാസത്തെ പറ്റിയാണ് പറയുന്നത്. ഓഗസ്റ്റ് മാസത്തിൻ്റെ പാതി മുതൽ സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് ചിങ്ങമാസം. മംഗളകരമായ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന സമയമാണ്. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാനും ആനന്ദിക്കുവാനുമുള്ള അവസരങ്ങളുണ്ടാകും. അവിവാഹിതർക്ക് വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട മംഗളകരമായ ചടങ്ങുകൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുവാൻ ഏറെ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രണയബന്ധങ്ങൾ അത് വീട്ടുകാർ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു സമയം കൂടിയാണിത്. കൃത്യമായി സത്യസന്ധമായി ശരിയായ വിധത്തിൽ നിങ്ങളിത് വീട്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, നല്ല ആലോചനകളാണ് എന്നുണ്ടെങ്കിൽ, നല്ല ബന്ധങ്ങളാണെങ്കിൽ വീട്ടുകാർ തീർച്ചയായും സമ്മതിക്കും. അവരുടെ സമ്മതത്തോടു കൂടി വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സമയം കൂടിയാണ്. പ്രൊഫഷണൽ രംഗത്ത് ഉന്നതരുടെ പ്രശംസ ലഭിക്കുന്ന സമയമാണ്. പ്രൊഫഷണൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കുവാനും അവരുടെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ പദ്ധതികൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉന്നതമായ വ്യക്തികളുടെ അല്ലെങ്കിൽ മേലധികാരികളുടെയൊക്കെ അംഗീകാരവും പ്രശംസയും നേടാൻ സാധിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവാക്കുന്ന സമയം കൂടിയാണ് ചിങ്ങമാസം. ഇനി കന്നിമാസം എങ്ങനെയാണ് എന്ന് നോക്കാം. സെപ്റ്റംബർ മാസത്തിൻ്റെ പാതി മുതൽ ഒക്ടോബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കന്നിമാസം. സാമ്പത്തികപരമായി നിങ്ങൾക്ക് വളരെ മെച്ചമുള്ള ഒരു മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുള്ള കാലം. നിങ്ങൾക്ക് സാമ്പത്തികപരമായ നിക്ഷേപങ്ങൾക്ക് ഉചിതമായ സമയമാണ്. ഷെയർ മാർക്കറ്റ്, ചിട്ടി എന്നിവയിലൂടെ ലാഭം ലഭിക്കും. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിലും ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്നവർ ആ രംഗം നന്നായി പഠിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. അനുകൂല സമയമാണ് എന്ന് കരുതി നമുക്കറിയില്ലാത്തൊരു കാര്യത്തിൽ കൊണ്ടുവന്ന് പണം മുടക്കരുത്. കേട്ടറിവുള്ള ഒരു പദ്ധതികളിലും കൊണ്ടുവന്ന് പണം മുടക്കരുത്. ധനപരമായി നിങ്ങൾക്ക് നല്ല നേട്ടം, ലാഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിലും അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം മുതലിറക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലി സംബന്ധമായ മാറ്റത്തിന് സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ ആ മാറ്റം നിങ്ങളെ പ്രതിസന്ധിയിലൊന്നുമാക്കില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പ്രമോഷനോട് കൂടിയുള്ള മാറ്റമായിരിക്കാം. അതല്ലെങ്കിൽ ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയിലേക്കുള്ളൊരു വഴിത്തിരിവായി മാറാനും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങൾ മാറുന്ന സമയമാണ്. അഡ്മിഷനോ സ്കോളർഷിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്ത് ജോയിൻ ചെയ്യുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലെ പഠനം നേടിയെടുക്കുവാനോ ഒക്കെ കഴിയുന്ന സമയമാണ്. ഇനി തുലാമാസം എങ്ങനെയാണ്? ഒക്ടോബർ മാസത്തിൻ്റെ പാതി മുതൽ നവംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് തുലാമാസം. കുടുംബത്തിൽ മനസമാധാനവും കുടുംബസുഖവും വർദ്ധിക്കുന്ന സമയമാണ് എന്നതാണ് പ്രധാനമായ കാര്യം. സന്തോഷവും ഐശ്വര്യവുമുള്ളൊരു ദാമ്പത്തിക ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. പുതിയ ഗ്രഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ അനുയോജ്യമായ സമയമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഈ തുലാമാസത്തിൽ ആരംഭിക്കുക. ആ ഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുതരും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൂർത്തടിച്ചിരുന്ന പണം ഇനി അങ്ങനെ ചെയ്യരുത്, അത് കരുതി വയ്ക്കണം, സമ്പാദിക്കണമെന്നുള്ളൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയും. ദീർഘകാലമായുള്ള ചില പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സഫലമാകുന്ന സമയമാണ്. നിങ്ങൾ ജഗദീശ്വരനോട്
നടത്തിയിരുന്ന പ്രാർത്ഥനകൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് നടത്തിയിരുന്ന പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്ന സമയം കൂടിയാണ് തുലാമാസം. ഇനി വൃശ്ചിക മാസം എങ്ങനെ എന്നാണ്. നവംബർ മാസത്തിൻ്റെ പാതി മുതൽ ഡിസംബർ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് വൃശ്ചിക മാസം. വാഹനഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു വാഹനം സ്വന്തമാക്കുവാൻ ഉള്ള യോഗം വൃശ്ചിക മാസത്തിൽ ഉണ്ട്. ബിസിനസ് വിപുലീകരിക്കുവാൻ ആവശ്യമായ ധനം നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ചെറിയ ബിസിനസ് ആണെങ്കിൽ അത് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് വൃശ്ചിക മാസത്തിൽ സാധിക്കും. അതിനാവശ്യമായ വായ്പയോ ലോണുകളോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ സ്പോൺസർഷിപ്പോ ഒക്കെ ഈ സമയത്തിൽ ലഭിക്കും. രേഖകളിൽ ഒപ്പിടുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി മാത്രമേ ചെയ്യാവൂ. എല്ലാ കാര്യങ്ങളും വായിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, കബളിപ്പിക്കപ്പെടാൻ സാധ്യത ഇല്ലാത്ത വിധത്തിൽ എല്ലാ രേഖകളും കൃത്യതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം അതിൽ ഒപ്പുവയ്ക്കുക. ബിസിനസ് പരമായി നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. സാമ്പത്തിക രംഗവും ഭദ്രമാണ്. ഇനി ധനുമാസം എങ്ങനെ എന്നാണ് നോക്കുന്നത്. ഡിസംബർ മാസത്തിൻ്റെ പാതി മുതൽ ജനുവരി മാസത്തിൻ്റെ പാതി വരെ, ജനുവരി എന്നത് 2027 ജനുവരി മാസത്തിൻ്റെ പാതിയാണ്, ആ സമയം വരെയുള്ള കാലഘട്ടമാണ് ധനുമാസം. സമൂഹത്തിൽ പദവികളും അംഗീകാരവും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ്. രാഷ്ട്രീയ രംഗത്തോ പൊതുപ്രവർത്തന മേഖലകളിലോ ഉള്ളവർക്ക് മികച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രാവീണ്യം കൊണ്ട് സമൂഹത്തിന് ചില നേട്ടങ്ങൾ ഉണ്ടായിക്കൊടുക്കാം. ഒപ്പം തന്നെ അതിലൂടെ നിങ്ങൾക്ക് പദവികളോ അംഗീകാരമോ ലഭിക്കും. ഗ്രഹപ്രവേശം പോലുള്ള ചടങ്ങുകൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും. അതിനൊക്കെയുള്ള അനുകൂലമായ സാഹചര്യമാണ്. സാമ്പത്തിക നില അതീവ ഭദ്രമായിരിക്കും. നിങ്ങളുടെ കർമ്മരംഗത്ത് നിന്നും നല്ല വരുമാനം ലഭിക്കുന്ന മാസം കൂടിയാണ് ധനുമാസം. മകരമാസം എങ്ങനെയാണ് എന്ന് ഇനി നോക്കാം. ജനുവരി 2027 ജനുവരി മാസത്തിൻ്റെ പാതി മുതൽ ഫെബ്രുവരി മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മകരമാസം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്ന സമയമാണ് ഇത്. ശമ്പള വർധനവിനോ പ്രൊമോഷനോ സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം അംഗീകരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം തരികയോ നിങ്ങൾക്ക് കൂടുതൽ ശമ്പളം നൽകപ്പെടുകയോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്തേക്ക് മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്യുവാൻ, അനുഭവത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. ചെറിയ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നവർക്കും ഉയർച്ചയുടെ ഒരു സമയമാണ്. ഗവേഷകർക്കും സാങ്കേതിക വിദ്യാർത്ഥികൾക്കും പുതിയ അവസരങ്ങൾ കൂടി ഈ സമയത്ത് ലഭിക്കും. പഴയ കടബാധ്യതകൾ കുറേയൊക്കെ തീർക്കുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. അതിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കും. പ്രൊമോഷൻ അല്ലെങ്കിൽ ശമ്പള വർധനവ്, അതല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകാർക്ക് ഒരു വലിയ ബിസിനസ്സിൽ നിന്ന് ലാഭം നേടാൻ കഴിയുക എന്നീ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇനി കുംഭമാസത്തെ പറ്റിയാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൻ്റെ പാതി മുതൽ മാർച്ച് മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് കുംഭമാസം. സംസാരത്തിലും പ്രവൃത്തിയിലും മിതത്വം പാലിക്കേണ്ട സമയമാണ്. നിങ്ങൾ അനാവശ്യ തർക്കങ്ങളിലോ അല്ലെങ്കിൽ കാര്യങ്ങളിലോ ഒന്നും ഇടപെടരുത്. നിങ്ങളുടേതല്ലാത്ത ഒരു പ്രശ്നങ്ങളിലും വെറുതെ തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വാക്കും പ്രവൃത്തിയും വളരെ സൂക്ഷിച്ച് വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ വഷളാകുവാനും തന്മൂലം വഴക്കും പ്രശ്നങ്ങളും കോടതി കേസ് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോകുവാനും അതുമൂലം നിങ്ങൾക്ക് ധനനഷ്ടവും മാനസിക വ്യഥയും അനുഭവപ്പെടുവാനും കുംഭമാസത്തിൽ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വളരെ സിമ്പിളായി നിങ്ങൾക്ക് ഒഴിവാക്കാം. ക്ഷമ കാണിക്കുക. നിങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. നിങ്ങളുടേതല്ലാത്ത പ്രശ്നങ്ങളിലും തർക്കങ്ങളിലും വഴക്കുകളിലും നിന്നും ചെന്ന് തലവയ്ക്കാതിരിക്കുക. ഇത് മാത്രം ചെയ്താൽ മതി. ആ കാര്യം, ആ ദോഷം നിങ്ങളെ വലുതായി ഉപദ്രവിക്കാതെ ഒഴിഞ്ഞു പോകും. ധനവരവും ചിലവും തുല്യമായിരിക്കും. വരവും ചിലവും ഒരുപോലെയുള്ള മാസമാണ്. അതുകൊണ്ട് ധനവിനിയോഗവും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പാഴ്ചെലവുകളെല്ലാം വെട്ടിച്ചുരുക്കണം, ധൂർത്ത് ഒഴിവാക്കണം. ആരോഗ്യപരമായി കാലുകൾക്കോ പേശികൾക്കോ വേദന അല്ലെങ്കിൽ കഴപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് ആവശ്യമായ ചികിത്സകൾ നിങ്ങൾ തേടേണ്ടതാണ്. മീനമാസത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. മാർച്ച് മാസത്തിൻ്റെ പാതി മുതൽ ഏപ്രിൽ മാസത്തിൻ്റെ പാതി വരെയുള്ള സമയമാണ് മീനമാസം. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം ലഭിക്കും. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തു നിന്നായിരിക്കും അത് ലഭിക്കുന്നത്. അത് പെട്ടെന്നൊരു ലോൺ ലഭിക്കുക,
അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ധനം ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചിരുന്നെങ്കിൽ അത് പെട്ടെന്ന് മെച്ചറായി നിങ്ങൾക്ക് ലഭിക്കുക, ഒരു ഭൂമി വളരെ വലിയ വിലയ്ക്ക്, മോഹവിലയ്ക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വിലയ്ക്ക് വിറ്റ് പോവുക, അതൊക്കെ പെട്ടെന്നങ്ങ് സംഭവിക്കുന്നതാണ്. അത്തരത്തിലൊക്കെയുള്ള അനേകം കാരണങ്ങളിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം ലഭിക്കുവാൻ മീനമാസത്തിൽ യോഗമുണ്ട്. വരാനിരിക്കുന്ന വർഷത്തേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സുവർണ അവസരം കൂടിയാണ്. നിങ്ങൾക്ക് ലഭിച്ച ധനം, ഈ വർഷം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ച ധനം കരുതി ചിലവാക്കിയാൽ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാൻ കഴിയും. ആത്മീയപരമായ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. ഈശ്വരചിന്ത കൂടും. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായൊരു ജീവിതവും സമാധാനവും സന്തോഷവുമൊക്കെ നിലനിൽക്കുന്ന മാസമാണ് മീനമാസം. സാമ്പത്തികപരമായി ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജൂണിന് ശേഷം നല്ല പുരോഗതി തന്നെ ലഭിക്കും. ആസൂത്രിതമായ നിക്ഷേപങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാഭം ലഭിക്കും. വിവാഹത്തിന് ആഗസ്റ്റ് മുതൽ ജനുവരിയുള്ള മാസ കാലയളവ് അതീവ ഉത്തമമാണ്. വാഹനം, വീട് എന്നിവ വാങ്ങാൻ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ നല്ല ഭാഗ്യം അഥവാ യോഗം, ശക്തമായ യോഗമുണ്ട്. സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അതെല്ലാം ഗുണകരം തന്നെ ആയിരിക്കും. ഇനി ദോഷപരിഹാരങ്ങൾ പറയാം. 7.5 ശനിയുടെ കാഠിന്യം കുറയ്ക്കുവാനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കുവാനും ശനിയാഴ്ചകളിൽ ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് നല്ലതാണ്. കറുത്ത വസ്ത്രങ്ങളോ യെല്ലോ ദാനം ചെയ്യുന്നതും ഈ ശനിദോഷം കുറയ്ക്കുവാനായി നിങ്ങളെ സഹായിക്കും, ഉത്തമമാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, വിഷ്ണു ഭഗവാന് വഴിപാടുകൾ നടത്തുക. ദിവസവും ഓം ശനീശ്വരായ നമ, ഓം നമോ നാരായണായ എന്നീ മന്ത്രങ്ങൾ 108 തവണ ജപിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾക്കൊരു ആത്മവിശ്വാസവും പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ളൊരു ഊർജവുമൊക്കെ അതിലൂടെ ലഭിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 12 മാസം, ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള 12 മാസങ്ങൾ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ വലിയ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ദശാഫലങ്ങൾ കൂടി പരിഗണിക്കുന്നത് കൂടുതൽ കൃത്യമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. പൊതുവെ ഏത് കാര്യത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഈ 12 മാസങ്ങൾ അടങ്ങിയ ഒരു വിഷു വർഷത്തിൽ അമിതമായ ചിന്തകൾ ഒഴിവാക്കി കർമ്മരംഗത്ത് നിങ്ങൾ സജീവമാകുക. അത് നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ്. ഇവിടെ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി കൃത്യമായി ചെയ്യുന്നത് നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങുവാനായി സഹായിക്കും. ഈശ്വര ചിന്തയോടുകൂടി സൽപ്രവൃത്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകുക. തങ്ങളാൽ കഴിയുന്ന വിധം നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ, മനുഷ്യരായാലും മൃഗങ്ങളായാലും അവയൊക്കെ സഹായിക്കുക, ദാനങ്ങൾ നടത്തുക. ആഹാരമോ വസ്ത്രമോ മരുന്നോ ഒക്കെ നൽകുക. ആഹാരം നൽകുമ്പോൾ അത് മൃഗങ്ങൾക്ക് ഭക്ഷണം, വെള്ളം, പക്ഷി മൃഗാദികൾക്ക് ഇതൊക്കെ കൊടുക്കുവാൻ, കാക്കയ്ക്ക് ഒരു പിടി ചോറ് കൊടുക്കുക, നായകൾക്ക് ആഹാരം കൊടുക്കുക, അതിനെ പരിപാലിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യവർദ്ധനവിന് വളരെ ഗുണം ചെയ്യും. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 12 മാസങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.